everyone, welcome back to Salem Banking. 2026 RB അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാതെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, റിയൽ RB അസിസ്റ്റന്റ് എക്സാമിന്റെ ലെവൽ എന്താണ്? ഈസി എക്സാം ആണോ, മോഡറേറ്റ് എക്സാം ആണോ? അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, RB അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ്, പക്ഷേ കട്ട് ഓഫ് ഹൈ ആയിരിക്കും. ഇപ്പം നമ്മുടെ റീസണിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ 35 ക്വസ്റ്റ്യൻ ആകെ 20 മിനിറ്റാണ് കിട്ടുക. പക്ഷേ 20 മിനിറ്റ്സിൽ ആ ഫുൾ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവല് നല്ല അടിപൊളിയായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ RB അസിസ്റ്റന്റിന്റെ 2023 മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ആ 35 ക്വസ്റ്റ്യനും ഒന്ന് നോക്കിയാലോ? യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മീൻസ് അത് കേൾക്കുന്നതിന് മുന്നേ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ തനിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തനിയെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്വയം നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഏത് പോയിന്റ് എത്തിയപ്പോഴാണ് അല്ലെങ്കിൽ ഏത് കണ്ടീഷൻസ് എത്തിയപ്പോഴാണ് ഞാൻ സ്റ്റക്കായി പോയത്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ നമ്മുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ എപ്പോഴും സ്വയം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ എപ്പോഴും നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ശീലിക്കുക. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തേത്, ജെ ഇസ് ദി വൈഫ് ഓഫ് കെ. ജെ എന്ന് പറയുന്നത് കെയുടെ വൈഫാണ്. ഓക്കെ, അപ്പോൾ വൈഫ് എന്ന് പറയുമ്പോൾ ജെ ഫീമെയിൽ ആണ്, കെ മെയിൽ ആണ്. അപ്പോൾ ജെ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ് ആൻഡ് ഓൾസോ കെ എന്ന് പറയുന്നത് മെയിൽ ആണ്. ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണ്. അപ്പോൾ മേ ബി തുടക്കക്കാരുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നിങ്ങൾ വിചാരിക്കും, എന്താ ഈ സർക്കിൾ വരച്ചേക്കുന്നത്, എന്താ ഈ ട്രയാങ്കിൾ വരച്ചേക്കുന്നത്? ഫീമെയിലിനെ സർക്കിൾ സിമ്പിൾ യൂസ് ചെയ്തും മെയിലിനെ ട്രയാങ്കിൾ സിമ്പിൾ യൂസ് ചെയ്തുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവർ കപ്പിൾസ് ആയതുകൊണ്ടാണ് ഈ രണ്ട് വര വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇതേപോലെ ഓരോ ടോപ്പിക്സിനും ബേസായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഈ ബ്ലഡ് റിലേഷൻ്റെ ആണെങ്കിലും പസിൽസിൻ്റെ ആണെങ്കിലും ഇൻഇക്വാളിറ്റി ആണെങ്കിലും ചൈനീസ് കോഡിംഗ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോസ് നമ്മുടെ സൈലം ബാങ്കിങ്ങിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ തുടക്കക്കാരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് എടുത്ത് അതിൻ്റെ ബേസ് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് ബാക്കി കണ്ടീഷൻസ് എന്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ? കെ ഇസ് ദി സൺ ഓഫ് ഒ. കെ എന്ന് പറയുന്നത് ഓയുടെ സണ്ണാണ്. അപ്പോൾ ഓയുടെ സണ്ണാണ്, ഓയുടെ മകനാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ കെ എന്ന് പറയുന്നത് ഓയുടെ മകനാണ്. ഓക്കെ, ഇവിടെ ഓ ആണ് ഈ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്, അല്ലാതെ സർക്കിൾ അല്ല. ഓയുടെ ജെൻഡർ എന്താണെന്ന് നമുക്ക് അറിയില്ല. എൻ ഇസ് ദി ഓണ്ട് ഓഫ് എൽ ആൻഡ് കെ സിബ്ലിംഗ്. നോക്കിക്കേ, എൻ എന്ന് പറയുന്നത് എല്ലിന്റെ ഓണ്ടാണ്, അതേപോലെ തന്നെ കെയുടെ സിബ്ലിംഗ് ആണ്. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് യൂസ് ചെയ്തിട്ടാണ്. എല്ലിന്റെ സിബ്ലിംഗ് ആണോ കെ എന്നൊന്നും കൺഫ്യൂഷൻ വരരുത്, എന്നിന്റെ കാര്യമാണ് പറയുന്നത്. എൻ എല്ലിന്റെ ഓണ്ടാണ്, അതേപോലെ തന്നെ കെയുടെ സിബ്ലിംഗ്. ഓണ്ട് എന്ന് പറയുമ്പോൾ ജെൻഡർ ഫീമെയിൽ ആണ്, ജെൻഡർ ഫീമെയിൽ ആണ്. അപ്പൊ കെയുടെ സിബ്ലിംഗ് ആണ് ആരെന്ന് പറയുന്നത്? എൻ. ഇനി എല്ലിന്റെ ഓണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കെയുടെ കുട്ടി എല്ല് വരാം, പക്ഷെ ഇത് മാത്രമല്ല പോസിബിലിറ്റി. സപ്പോസ് എന്നിൻ മാരീഡ് ആണെങ്കിൽ എന്നെ കല്യാണം കഴിച്ച ആളുടെ സിബ്ലിംഗ് ആരും ആയിക്കോട്ടെ, മെയിൽ ഓർ ഫീമെയിൽ, ആ ആളുടെ കുട്ടി എല്ല് വന്നാലും ആൾ എന്ത് തന്നെയാണ്? ആളുടെ കുട്ടി എല്ല് വന്നാലും എന്ന് ഓണ്ട് തന്നെയാണ്. ദാറ്റ് മീൻസ് ഓണ്ട്, അങ്കിൾ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, എപ്പോഴും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. സോ തുടക്കത്തിലേ അത് കൊടുക്കാതിരിക്കുക. അത് നമുക്ക് ബോധം ഉണ്ടാവണം, അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. അത് മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്തു എന്നുള്ളൊരു ബോധം ഉറപ്പായിട്ടും നമുക്കുണ്ടായിരിക്കണം. പി ഇസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് എം. ശ്രദ്ധിച്ച്, എമ്മിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ് ആരെന്ന് പറയുന്നത്? പി. പി ഇസ് ദി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് എം. എമ്മിന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എമ്മിന്റെ മകന്റെയോ മകളുടെയോ കുട്ടിയാകാം ആര്? പി എന്ന് പറയുന്നത്. ക്യൂ ഈസ് മാരിഡ് ടു പി. ഓക്കെ, ക്യൂ കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ് പി. പി ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ക്യൂ എന്താണ്? മെയിലാണ്. ഇവിടുത്തെ കേസിൽ പി ഈസ് ഗ്രാൻഡ് ഡോട്ടർ, ജെൻഡർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അടുത്തത്, നോ സിംഗിൾ പാരന്റ് ഇൻ ദി ഫാമിലി. അതിന്റെ മീനിങ് എന്താ? ഈ ഒരു ഫാമിലിയിൽ സിംഗിൾ പാരന്റ് ഇല്ല. സിംഗിൾ പാരന്റ് ഇല്ല എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ടാകും? ഫാദറും ഉണ്ടാകും, മദറും ഉണ്ടാകും. ദാറ്റ് മീൻസ് ഇപ്പം ഇവിടെ ഓയുടെ കുട്ടിയാണ് കെ, മകനാണ് കെ. അപ്പോൾ ഓ കല്യാണം കഴിച്ചുള്ള ആൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സിംഗിൾ പാരന്റ് ആയിട്ട് മാത്രമുള്ള കണ്ടീഷൻ ഈ ക്വസ്റ്റ്യനിൽ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ പറയാത്തതുണ്ട്. അപ്പം മേ ബി ഒരു പാരന്റ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ ഇവിടുത്തെ കേസിൽ അങ്ങനെ പറ്റില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
Q is the brother-in-law of L. ഓക്കെ, Q എന്ന് പറയുന്നത് എല്ലിൻ്റെ ബ്രദർ-ഇൻ-ലോയാ. സെറ്റ്. ഒരു കാര്യം നോക്കിക്കേ, എൽ എന്ന് പറയുന്നത് എൻ, അതായത് എല്ലിൻ്റെ ഓണ്ട് എന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എല്ലും പിയും ഒക്കെ അപ്പോൾ എവിടെ വരും? തേർഡ് ജനറേഷനിൽ വരും. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇവിടെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കണ്ടീഷൻസിനെ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റണം. എങ്കിലാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക. ജെൻഡർ ഓഫ് എം ഈസ് സെയിം ആസ് പി. എമ്മിൻ്റെയും പിയുടെയും ജെൻഡർ സെയിമാ. പിയുടെ ജെൻഡർ ഫീമെയിൽ ആണ്, അപ്പോൾ എമ്മിൻ്റെയും ജെൻഡർ എന്ത് തന്നെയാ? ഫീമെയിൽ തന്നെയാ. ഓക്കെ, ബട്ട് ഡിഫറെൻ്റ് ആസ് എൽ. എമ്മിൻ്റെ ജെൻഡർ പിയുമായിട്ട് സെയിം ആണ്, പക്ഷെ എല്ലുമായിട്ട് ഡിഫറെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ജെൻഡർ എന്താണ്? മെയിലാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്തത് 2 കണ്ടീഷൻസ് ആണ്. ഒന്ന് ഓണ്ട് എന്ന് പറയുന്നത്, അതായത് എല്ലിൻ്റെ ഓണ്ടാണ് എന്ന്. അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് എല്ലിൻ്റെ ബ്രദർ-ഇൻ-ലോ. ഈ ബ്രദർ-ഇൻ-ലോ, സിസ്റ്റർ-ഇൻ-ലോ, നമ്മുടെ സിബ്ലിംഗ് വഴിയും ബ്രദർ-ഇൻ-ലോ, സിസ്റ്റർ-ഇൻ-ലോ വരാം. നമ്മുടെ മാരേജ് റിലേഷൻ വഴിയും ബ്രദർ-ഇൻ-ലോ, സിസ്റ്റർ-ഇൻ-ലോ വരാം. അപ്പോൾ അത് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പോൾ കെയുടെ കുട്ടി എല്ല് വന്നു. എമ്മിൻ്റെ ജെൻഡറുമായിട്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ എൽ ഈസ് ദി നെഫ്യൂ ഓഫ് എൻ, തിരിച്ച് എൻ ഈസ് ദി ഓണ്ട് ഓഫ് എൽ എന്ന് എനിക്ക് പറയാം. അതിനുശേഷം ക്യൂ എന്ന് പറയുന്നത് ബ്രദർ-ഇൻ-ലോയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ എമ്മിൻ്റെ പേരക്കുട്ടിയാ. ഈ ഉള്ള റിലേഷനിൽ എനിക്ക് എമ്മിൻ്റെ പേരക്കുട്ടി വരണമെങ്കിൽ എം ഞാൻ ഇവിടെ കൊടുത്താൽ എം ഫീമെയിൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓ മെയിലായി. അപ്പോൾ എമ്മിൻ്റെ പേരക്കുട്ടി പി വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, എല്ലിൻ്റെ സിബ്ലിംഗ് ആണ് പി. പി കല്യാണം കഴിച്ചിരിക്കുന്ന ആൾ ക്യൂ വരുമ്പോൾ തന്നെ എനിക്ക് ക്യൂ ഈസ് ദി ബ്രദർ-ഇൻ-ലോ ഓഫ് എല്ല് കിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ ടോട്ടൽ എത്ര പേഴ്സൺ ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പം ഇതല്ലാതെ നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ മെനി ഫീമെയിൽ മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദി ഫാമിലി? ഇവിടെ എത്ര ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ട്? ഇവിടുത്തെ ഫീമെയിൽ മെമ്പേഴ്സ് 1, 2, 3, 4 ഫീമെയിൽ മെമ്പേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. ഓപ്ഷൻ ഡി. ഹൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു കെ? ഹൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു കെ? കെയുടെ ആരാണ്? കെയുടെ മകളുടെ ഭർത്താവ്. സോ എനിക്ക് എന്ത് പറയാം? സൺ-ഇൻ-ലോ. ഓപ്ഷൻ സി പറയാം. 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൗ ഈസ് ജെ റിലേറ്റഡ് ടു എൻ? ഹൗ ഈസ് ജെ റിലേറ്റഡ് ടു എൻ? എന്നിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ്. അപ്പോൾ എനിക്ക് എന്ത് പറയാം? സിസ്റ്റർ-ഇൻ-ലോ. സിസ്റ്റർ-ഇൻ-ലോ. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഓരോ ടോപ്പിക്കും ഫസ്റ്റ് ഓഫ് ഓൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കണ്ടോ, വളരെ എളുപ്പമുള്ളൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ കണ്ടീഷൻസ് വായിച്ചാൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, യെസ്. അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത് ഒരു പസിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. 8 members sits around a square table such that 4 persons sits on the corner and 4 of them pers at the middle side. അപ്പോൾ 4 പേര് കോർണറിലും 4 പേര് മിഡിലും ഇരിക്കുന്ന ടൈപ്പ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. 4 പേര് കോർണറിൽ, 4 പേര് മിഡിലിൽ. ഡയറക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ കേസിൽ ദി വൺ ഹൂ സിറ്റ്സ് അറ്റ് ദി കോർണർ ഫേസസ് ഇൻസൈഡ്. കോർണറിലുള്ള ആൾക്കാർ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്? ഓൾ ആർ ഫേസിങ് ടുവേർഡ്സ് ദി സെൻറ്റർ. അപ്പോൾ മിഡിൽ സൈഡിലുള്ളവർ എങ്ങോട്ടേക്കാണ്? ഫേസസ് ഔട്ട്സൈഡ് ദി സെൻറ്റർ. ഔട്ട്സൈഡിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണ്ടീഷൻസ് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ വരച്ച് ചെയ്യാം, അല്ലാതെ വേണമെങ്കിൽ റിബൺ മെത്തേഡിലും ചെയ്യാം. ഇറ്റ്സ് യുവർ ചോയ്സ്. റിബൺ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതെന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കണ്ടാൽ മതി. Person sitting on the opposite sides are exactly opposite to each other. അതിൻ്റെ മീനിങ് എന്താ പറഞ്ഞേക്കുന്നത്? അതായത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ സംടൈംസ് ഇവർ ഫേസ് ടു ഫേസിനെയും ഓപ്പോസിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഇവർ തമ്മിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റാ, ഇവർ തമ്മിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റാ. ഇവർ തമ്മിൽ ഫേസ് ടു ഫേസ് ആണ്, ഇവർ തമ്മിൽ ഫേസ് ടു ഫേസാ. അപ്പോൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഈ മിഡിലിൽ തന്നെ ആയിരിക്കും വരിക എന്നുള്ളതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. വേറെ കാര്യമൊന്നുമില്ല. ബി സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. അപ്പോൾ ഒരു കാര്യം, എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ബി എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ കൺഫ്യൂഷൻ വരും. കോർണറിലാണോ മിഡിലാണോ? എവിടെ എടുത്താലും ഒരു കുഴപ്പമില്ല. ആദ്യം നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന നമുക്കൊരു ബോധം ഉണ്ടായിരുന്നാൽ മതി. ഇപ്പം ഞാൻ എന്തായാലും ഓൾമോസ്റ്റ് ഫേസസ് ടുവേർഡ്സ് സെൻറ്റർ എടുത്താൽ സ്റ്റാർട്ട് ചെയ്യുക. നോക്കാം.
ബി സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ, എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ബി എന്ന് പറയുമ്പോൾ ഞാൻ ദേ ഇവിടെ തന്നെ കൊടുത്തു. ബാക്കി കണ്ടീഷൻസിലേക്ക് വരാം. 3 പേഴ്സൺ ബിറ്റ്വീൻ ബി ആൻഡ് സി, ബിക്കും സിക്കും ഇടയിൽ 3 പേര് എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ മീൻസ് 3 പേര് എന്ന് പറയുമ്പോൾ അവർ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റാ അല്ലെ. ഇവരെ നോക്ക്, ഇവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും 3 പേര്, ഇങ്ങനെ വന്നാലും ഇവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും 3 പേര്. 8 പേരുള്ള അറേഞ്ച്മെന്റിൽ 2 പേര് തമ്മിൽ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അവർക്കിടയിൽ 3 പേരുണ്ടായിരിക്കും. സോ ബി ഇവിടെ വന്നാൽ സി ഇവിടെ. 8 പേരുള്ള അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് ഫേസ് ടു ഫേസ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർക്കിടയിൽ 3 പേരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം ദേ ആർ ഫേസ് ടു ഫേസ് ഓർ ഓപ്പോസിറ്റ്. 1 പേഴ്സൺ ബിറ്റ്വീൻ എച്ച് ആൻഡ് സി, എച്ചിനും സിക്കും ഇടയിൽ ഒരാള്. ഇവിടെ സി ഒരു ഗ്യാപ്പിൽ എച്ച് ഇങ്ങോട്ടും വരാം, സി ഒരു ഗ്യാപ്പിൽ എച്ച് ഇങ്ങോട്ടും വരാം. 2 പോസിബിലിറ്റി വന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ കൊടുത്തില്ല, മാറ്റി എഴുതി. എഫ് സിറ്റ്സ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് എച്ച് ബട്ട് നോട്ട് ഫേസ് ഔട്ട്സൈഡ്. അപ്പൊ എച്ചിന്റെ ജസ്റ്റ് ലെഫ്റ്റിലാണ് എഫ്. എഫ് സിറ്റ്സ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് എച്ച് ബട്ട് നോട്ട് ഫേസ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡിലേക്ക് ഫേസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ എടുത്തുകൂടെ എന്ന് നോക്കിയാൽ, ഇപ്പോൾ സി ഒരു ഗ്യാപ്പിൽ എച്ച്, എച്ചിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ഇവിടെ വേണ്ട എഫ് കൊടുക്കുമ്പോൾ ഇൻസൈഡ്. ഇവിടുത്തെ കേസിൽ സി ഒരു ഗ്യാപ്പിൽ എച്ച്, എച്ചിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ കൊടുക്കുമ്പോൾ വേണ്ട ഇൻസൈഡ്. രണ്ടിടവും സെയിമാ. ഓക്കെ, ഇനി ഒരു പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇവിടെ എ ഫേസസ് ടുവേർഡ്സ് സെൻറ്റർ എടുത്തിട്ടാ. ഇനി അത് ഔട്ട്സൈഡ് എടുത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ബോധം ഉണ്ടായിരുന്നാൽ മതി ഈ എഫ് എന്ന് പറയുന്നത് ഇൻസൈഡ് ആണ്. നമ്മൾ എടുത്തു വന്നപ്പോൾ അത് മിഡിൽ കിട്ടിയെങ്കിലും ബാക്കി എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബോധം ഉണ്ടായിരുന്നാൽ മതി ഈ 4 പേര് എന്താണ് ഇൻസൈഡിലേക്കായിരിക്കും ഫേസ് ചെയ്യുക എന്നുള്ളത്. E sits second to the left of G and D sits near G. അപ്പം E sits second to the left of G. E എന്ന് പറയുന്നത് ജിയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണ്. D sits near to G. ജിയുടെ അടുത്താണ് D വരിക. അപ്പം ഞാൻ ഓരോന്നെടുത്ത് കാണിക്കാം. സപ്പോസ് സി ഒരു ഗ്യാപ്പിൽ എച്ച് ഇങ്ങോട്ടാണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എച്ചിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എഫ് ഇവിടെ വന്നാൽ ജിയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ഇവിടെ എനിക്ക് ആരെ കൊടുക്കാം? ഇ കൊടുക്കാം, ഡി കൊടുക്കാം. പക്ഷേ നമ്മൾ ആദ്യം 2 പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു പക്ഷേ ഞാൻ എച്ചിനെ ഇങ്ങോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ എനിക്ക് ആര് വരും? ഇതിൻ്റെ, അതായത് എച്ചിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആര് വരണം? എഫ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഗ്യാപ്പിൽ ജി കൊടുക്കാൻ ഇതേ ഉള്ള സ്ഥലം. ഇപ്പം ഞാൻ കാണിക്കാം. ഇവിടെ എഫ് വന്നു, ജിയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ഇ വരണം. ഇവിടെ ഇവിടെ ജി വരും. ജിയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ഇ ഇവിടെ വരുമ്പോൾ ജിയുടെ അടുത്ത് വേണ്ട എച്ചും സിയും ആണ്. എനിക്ക് ഡി എ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ അപ്പോൾ ഈ പോസിബിലിറ്റി എലിമിനേറ്റ് ആയി. അപ്പോൾ 100% എനിക്ക് പറയാം എച്ച് ഇവിടെ, എഫ് ഇവിടെ, ഇയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ജി കൊടുക്കണം. ജിയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ഇ കൊടുക്കണം. അപ്പോൾ ജി ഇവിടെ, ഇ ഇവിടെ, ജിയുടെ അടുത്ത് ഡി ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ എയെ ഫേസസ് ഔട്ട്സൈഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ഇങ്ങനെ തന്നെ വന്നതിന് വ്യത്യാസം എവിടെയാണ് വരിക? എഫിനെയും എയെയും ഇയെയും ഡിയെയും നിങ്ങൾക്ക് മിഡിൽ കിട്ടും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അത് നമുക്ക് ബോധം ഉണ്ടായിരുന്നാൽ മതി. ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഹു സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ്? എഫിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഇവിടെ ആരാ? സി ആണ് പറഞ്ഞേക്കുന്നത്. സി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി. ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ ആണേ? യെസ്. ഇതേപോലെയുള്ള ബാക്കി സബ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ PDF എൻ്റെ ടെലഗ്രാം ചാനൽ റീസണിങ് വിത്ത് അഞ്ജു എന്ന് പറയുന്ന എൻ്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്തത് നോക്കിക്കേ. അടുത്ത കേസിൽ നമുക്ക് ആൽഫ ന്യൂമറിക് സീരീസ് ആണിത്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, മിക്സഡ് സീരീസോ നമ്പർ ടെസ്റ്റോ ആൽഫബറ്റ് ടെസ്റ്റോ എന്ത് വേണമെങ്കിലും വരാം. ഭയങ്കര ഈസി ടോപ്പിക്കാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് നമ്മുടെ ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുന്നത്. സോ എപ്പോഴും അതിലൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇവിടുത്തെ കേസിൽ അവർ കുറേ ഓപ്പറേഷൻസ് പറയും. അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് ആൻസർ കിട്ടാൻ എന്ത് വേണോ അത് വേണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ഹയസ്റ്റ് നമ്പർ ആൻഡ് തേർഡ് ഡിജിറ്റ് ഓഫ് ഫോർത്ത് ലോവസ്റ്റ് നമ്പർ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ എന്താ, ഡിജിറ്റ് എന്താന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക. ഇവിടെ 692 692 എന്ന് പറയുന്നതാണ് നമ്പർ. അതിലെ ഓരോന്നും ഡിജിറ്റ്സ് ആണ്. ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് ആൻഡ് തേർഡ് ഡിജിറ്റ്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഇത് ഓരോന്നും നമ്പറാണ്. അപ്പം നമ്മൾ ഈ 6 നമ്പർ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരുമിച്ചൊരു നമ്പറാണ്. അതിലെ ഓരോ ഡിജിറ്റ്സ് ആണ് 6, 9, 2. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ഹയസ്റ്റ് നമ്പർ. ഇവിടുത്തെ ഹയസ്റ്റ് നമ്പർ ആരാ? ഇവിടെ വേണ്ട 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ 754 ഇവിടുത്തെ ഹയസ്റ്റ് നമ്പർ. അതിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ആൻഡ് തേർഡ് ഡിജിറ്റ് ഓഫ് ഫോർത്ത് ലോവസ്റ്റ് നമ്പർ. ഫോർത്ത് ലോവസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ അല്ലേ? ഇവിടുത്തെ 1, 2, 3, 4 ടോട്ടൽ 5 നമ്പറേ ഉള്ളൂ. ഫോർത്ത് ലോവസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹയസ്റ്റ് ആണ്. സോ ഇവിടുത്തെ സെക്കൻഡ് ഹയസ്റ്റ് ആറ് അതാണ്ട് ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൻഡ് തേർഡ് ഡിജിറ്റ് ഓഫ് ഫോർത്ത് ലോവസ്റ്റ് നമ്പറിൻ്റെ തേർഡ് ഡിജിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടുത്തെ തേർഡ് ഡിജിറ്റ് ആരാ? 2. സോ 5 - 2 3 അല്ലേ ആൻസർ വരിക. 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. വളരെ സിമ്പിളാണ് അല്ലേ? ഭയങ്കര കുഞ്ഞു ക്ലാസ്സിലെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഈ എടുക്കുന്ന ഡിജിറ്റ്സ് തെറ്റിപ്പോകരുത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഹയസ്റ്റ് നമ്പറിൻ്റെ സെക്കൻഡ് ഡിജിറ്റും ഫോർത്ത് ലോവസ്റ്റ് നമ്പറിൻ്റെ, അതായത് ഇതാണ് ലോവസ്റ്റ്, ഇതാണ് സെക്കൻഡ് ലോവസ്റ്റ്, തേർഡ് ലോവസ്റ്റ്, ഫോർത്ത് ലോവസ്റ്റ്. അത് സെക്കൻഡ് ഹയസ്റ്റ് ആണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ എടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്ത് പോകരുത്? തെറ്റിപ്പോകരുത്. വേറെ കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് വി റിമൂവ് ഈവൻ ഡിജിറ്റ്സ് നമ്പറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഇഫ് വി റിമൂവ് ഈവൻ ഡിജിറ്റ്സ് ഫ്രം ഈച്ച് ഓഫ് ദി നമ്പർ, എല്ലാ നമ്പറിൽ നിന്നും ഈവൻ ഡിജിറ്റിനെ റിമൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 692 692, അതിൽ ഈവൻ ഡിജിറ്റ്സ് 6 2 എലിമിനേറ്റ് ആയി. പിന്നെ ആരാ ഉള്ളത്? 9 മാത്രമാണ്. ദെൻ ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദസ് ഫോംഡ്? എല്ലാ ഈവൻ ഡിജിറ്റ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് അല്ലെ? എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ 6ഉം 2ഉം പോയാൽ 9 കിട്ടുക. അത് പ്രൈം അല്ല അല്ലെ? 1ഉം ആ നമ്പറും മാത്രമാണ് ഫാക്ടേഴ്സ് എങ്കിലാണ് അതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. ഇവിടുത്തെ കേസിൽ 8 പോയി കഴിഞ്ഞാൽ 31 ഒരു പ്രൈമാണ്. സോ ഇവിടെ എനിക്ക് അതിനെ പറയാം. ഇവിടുത്തെ കേസിൽ നോക്കിക്കേ, 6 പോയി, എഗെയിൻ 19 ഒരു പ്രൈമാണ്, പറയാൻ പറ്റുമല്ലോ. ഇവിടുത്തെ കേസിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ 4, 8, 6 പോയി. ഇവിടുത്തെ കേസിൽ 4 പോയി, 75 പ്രൈം അല്ല. സോ 2 നമ്പേഴ്സ് മാത്രമാണുള്ളത്. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ? അടുത്തത്, ഇഫ് വി ആഡ് ഫസ്റ്റ് ആൻഡ് തേർഡ് ഡിജിറ്റ് ഇൻ ഈച്ച് നമ്പർ. ഈ ഓരോ നമ്പറിലും, അതായത് ഇപ്പോൾ 692 318 അങ്ങനെ ഓരോ നമ്പറിലും എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്? ആഡ് ഫസ്റ്റ് ആൻഡ് തേർഡ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റിനും തേർഡ് ഡിജിറ്റൂടെ ആഡ് ചെയ്യുക. ആൻഡ് സബ്ട്രാക്ട് ദി സം വിത്ത് സെക്കൻഡ് ഡിജിറ്റ്. എന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് 6ഉം 2ഉം ഇവിടുത്തെ ഫസ്റ്റും തേർഡും രണ്ടും കൂടെ കൂട്ടിയാൽ 8. എന്നിട്ട് അതിനെ നമ്മുടെ സെക്കൻഡ് ഡിജിറ്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. വിച്ച് ഈസ് ദി ഹയസ്റ്റ് നമ്പർ? അതാ ചോദിച്ചേക്കുന്നത്. അങ്ങനെ കിട്ടുന്നതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 6ഉം 2ഉം 8, 9ൽ നിന്ന് 8 പോയാൽ ഇവിടുത്തെ ഡിഫറൻസ് 1 കിട്ടുന്നത്. അങ്ങനെ ഈ ഓരോ നമ്പറിലും നോക്കുക. അങ്ങനെ ഓരോ നമ്പറിലും നോക്കിയാൽ ഹയസ്റ്റ് നമ്പർ ഏതാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ 8ഉം 3ഉം 11, 11ൽ നിന്ന് 1 പോയാൽ 10 കിട്ടി. ഇവിടുത്തെ 6 1 7, ഇവിടെ എത്ര വരും ഡിഫറൻസ്? 2. 9ഉം 2ആ. ഇവിടെ നോക്കിക്കേ, 6ഉം 4ഉം 10, 10ൽ നിന്ന് 8 കുറച്ചാൽ 2. ഇവിടുത്തെ കേസിൽ 7ഉം 4ഉം 11, 11ൽ നിന്ന് 5 കുറച്ചാൽ 6. ഇവിടെ ഹയസ്റ്റ് നമ്പർ വരുന്നത് 318. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഇത് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ക്ലർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ PO ലെവൽ ചോദിക്കില്ല. ബട്ട് 35 നമുക്ക് ചെയ്യാൻ പറ്റണം. ഇഫ് വി അറേഞ്ച് ഓൾ ദി ഡിജിറ്റ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഓൾ ദി ഡിജിറ്റ്സ് ആണ് ഒരു നമ്പറിനകത്തിലുള്ള എല്ലാ ഡിജിറ്റ്സിനെയും ഡിസെൻഡിങ് ഓർഡർ വിത്തിൻ ദ നമ്പർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പറിനെ അസെൻഡിങ് ഓർഡറിലാക്കാനല്ല പറഞ്ഞത്, ഓരോ നമ്പറിലെയും ഡിജിറ്റ്സിനെ ഡിസെൻഡിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി സെക്കൻഡ് ഹയസ്റ്റ്. അപ്പോൾ നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാ നമ്പറിലെ ഡിജിറ്റ്സിനെയും ഡിസെൻഡിങ് ഓർഡറിലാക്കാനായിട്ട് പോകരുത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അങ്ങനെ കിട്ടുന്ന നമ്പറിൽ സെക്കൻഡ് ഹയസ്റ്റ് ആരാണെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നമ്പറിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഡിജിറ്റ് ആയിരിക്കില്ലേ ആദ്യം വരിക? ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ വലിയ ഡിജിറ്റ് ആയിരിക്കില്ലേ ആദ്യം വരിക? ഇവിടുത്തെ വലിയ ഡിജിറ്റ് 6ആണ്. ഇവിടുത്തെ കേസിൽ വലിയ ഡിജിറ്റ് 9ആണ്. ഇവിടുത്തെ കേസിൽ 8ആണ്. ഇവിടെയും 9ആണ്. ഇവിടുത്തേത് 8ആണ്. ഇവിടുത്തേത് 7ആണ്.
അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ, നമുക്ക് വേണ്ടത് സെക്കൻഡ് ഹയസ്റ്റ് ആണ്. ഇവിടെ 9 സ്റ്റാർട്ട് ചെയ്യുന്ന 2 എണ്ണം ഉണ്ട്, നമുക്ക് സെക്കൻഡ് ഹയസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇത് മാത്രം നോക്കുക, ഒരേ ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കുക. ഇവിടുത്തെ കേസിൽ 961 വരും, ഇവിടെ 962 വരും. നോക്കിക്കേ, ഒറ്റ ഇതിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. സോ ഇവിടുത്തെ സെക്കൻഡ് ഹയസ്റ്റ് ആരാ, 196. ദാറ്റ്സ് ഇറ്റ്. ഇത്ര മാത്രമാണ്. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തതോ, അടുത്ത കേസിൽ നോക്കിക്കേ, വാട്ട് ഈസ് ദി സം ഓഫ് ദി സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് ലോവസ്റ്റ് നമ്പർ. സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് ലോവസ്റ്റ് നമ്പർ, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് സം വളരെ സിമ്പിൾ, വേറെ ഒരു ഓപ്പറേഷൻസും പറഞ്ഞിട്ടില്ല. സെക്കൻഡ് ഹയസ്റ്റ് നമ്പറും സെക്കൻഡ് ലോവസ്റ്റ് നമ്പറിൻ്റെയും കൂടെ സം വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ പെട്ടെന്ന് ചെയ്യണം, ഒത്തിരി സമയം എടുത്തിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തേത് സെക്കൻഡ് ഹയസ്റ്റ്, ഇവിടുത്തെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 7 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത് 692. ആൻഡ് സെക്കൻഡ് ലോവസ്റ്റ് നമ്പർ, ഇവിടുത്തെ ലോവസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ സെക്കൻഡ് ലോവസ്റ്റ് എന്ന് പറയുന്നത് 318. സോ എത്ര കിട്ടി, 8 2 10, അഗെയിൻ 9 1 10 1 11, 6 3 9 1 10. അഗെയിൻ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ അല്ലേ. 5 ക്വസ്റ്റ്യൻ, വളരെ ഈസി ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് കടക്കാം. നോക്കിക്കേ, ഈ ടൈപ്പ് ഓഫ് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് എത്ര പെയേഴ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട് ആ ടൈപ്പും, അല്ലെങ്കിൽ ഒരു വേർഡ് തന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തിലുള്ള വവൽസിനെ നെക്സ്റ്റ് പ്രൊസീഡിങ് ലെറ്റർ ആക്കുക അല്ലെങ്കിൽ സക്സീഡിങ് ലെറ്റർ ആക്കുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ബാക്കി എല്ലാം ചെയ്ത സമയം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് കടക്കുക. കാരണം അത് വളരെ എളുപ്പത്തിൽ കിട്ടും, പക്ഷേ കുറേ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള പസിലും മിസ്ലേനിയസും ചെയ്യാനുള്ളൊരു സമയം ഒരിക്കലും നിങ്ങൾ അതിന് എടുക്കരുത്. ഓക്കെ, ഇൻ ദി ഗിവൺ വേർഡ് ക്വാളിറ്റി, ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ആ ടൈപ്പ് എല്ലാം തോന്നുന്നു. ഓൾ ദി വവൽസ് ആർ ചേഞ്ച്ഡ് ടു ദി ജസ്റ്റ് സക്സീഡിങ് ലെറ്റർ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ക്വാളിറ്റി എന്ന് പറയുന്ന വേർഡിലെ എല്ലാ വവൽസിനെയും നെക്സ്റ്റ് സക്സീഡിങ് ലെറ്റർ ആക്കുക. ആൻഡ് കോൺസണൻസ് ആർ ചേഞ്ച്ഡ് ടു ദി ജസ്റ്റ് പ്രൊസീഡിങ് ലെറ്റർ ഇൻ ദി ആൽഫബറ്റിക്കൽ സീരീസ്. ഇവിടെയുള്ള വേർഡിലെ സക്സീഡിങ്ങും പ്രൊസീഡിങ്ങും അല്ല, ആൽഫബറ്റിക് സീരീസിലുള്ള സക്സീഡിങ്ങും പ്രൊസീഡിങ്ങും ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യൂ എന്ന് പറയുന്നത് കോൺസണൻ്റ് ആണ്, അതിനെ ജസ്റ്റ് പ്രൊസീഡിങ് ലെറ്റർ ആക്കുക. അതായത് ഇതിൻ്റെ തൊട്ട് പിറകിലുള്ള ലെറ്റർ ആരാണ് ആൽഫബറ്റിക്കൽ സീരീസിൽ എങ്കിൽ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ലെറ്റർ ഈസ് റിപ്പീറ്റഡ് ആഫ്റ്റർ ദി അറേഞ്ച്മെന്റ് എങ്കിൽ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ലെറ്റർ ഈസ് റിപ്പീറ്റഡ് ആഫ്റ്റർ ദി അറേഞ്ച്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് സ്പീഡിൽ നോക്കാം. നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത ഓപ്പറേഷൻസ് ചെയ്യരുത്. ഇവിടെ തന്നെ വവൽസിനെ ജസ്റ്റ് സക്സീഡിങ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം കോൺസണൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്തു വെക്കും, തിരിച്ച് ചെയ്യും ഓപ്പറേഷൻ. കോൺസണൻറ്റ് നെക്സ്റ്റും ആക്കും, വവൽസ് പ്രൊസീഡിങ്ങും ആക്കും. അങ്ങനെ ആകരുത്, നമുക്ക് തെറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് എക്സാം ടൈമിൽ. അപ്പോൾ ഇവിടെ വവൽസ് യു ഉണ്ട്, MNOPQRST, UVI, ABI, I കഴിഞ്ഞിട്ട് JI. ഓക്കെ, ഇവിടെ ഒന്നും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല, മീൻസ് ബാക്കിയും കൂടെ നോക്കണം. അടുത്തത് ക്യൂ വരുമ്പോഴത്തേക്കിന് ഇവിടെ നോക്കി MNOPQ അല്ലേ, അപ്പം പി കഴിഞ്ഞിട്ടാണ് ക്യൂവിൻ്റെ തൊട്ട് പ്രൊസീഡിങ് P ആണ്. അടുത്ത JK വരും ഇവിടെ. അടുത്തത് PQRST അല്ലേ, ടിക്ക് മുന്നേ വരുന്നത് S ആണ്. ദെൻ ഇവിടെ X ആണ്. ഇവിടെ ആരെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ആരും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാ, പക്ഷേ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് വൺ, അടുത്തത് എഗെയിൻ നമ്മളുടെ ഒരു പസിലാണ്, ഒരു ഓർഡർ ആൻഡ് റാങ്കിങ് പസിലാണ്. നമുക്കൊന്ന് വളരെ വേഗത്തിൽ ചെയ്യാം. ഞാൻ അപ്പുറത്തേക്ക് കണ്ടീഷൻസ് എഴുതാം, നോക്കട്ടെ ഇവിടെ എന്താണ്. ഹിയർ 8 പേഴ്സൺസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഞാൻ അപ്പുറത്തേക്ക് കണ്ടീഷൻ എഴുതാം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ കൺജസ്റ്റഡ് ആയി പോകും. 8 പേഴ്സൺസ് ബൈ ഡിഫറെൻറ്റ് തിങ്സ് വൺ ആഫ്റ്റർ ദി അതർ. 8 ആൾക്കാർ ഒന്നിനു ശേഷം ഒന്നായി സാധനങ്ങൾ മേടിക്കുന്നു. ആദ്യം ആര് സാധനം വാങ്ങി, രണ്ടാമത് ആര് വാങ്ങി എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 2 പേഴ്സൺ ബൈ ബിറ്റ്വീൻ M and L ഹു ബൈസ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ക്യൂ. അപ്പോൾ ക്യൂവിന് തൊട്ട് മുകളിലാണ് എല്ലിൻ്റെ പൊസിഷൻ. ക്യൂവിന് തൊട്ട് മുന്നേ വാങ്ങിച്ചത് എല്ലാണ്. ആ എല്ലിനും എമ്മിനും ഇടയിൽ 2 പേഴ്സൺസിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരു തവണ, ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചിട്ട് ഇതേപോലെ കണ്ടീഷൻസ് എഴുതാൻ പറ്റണം എന്നില്ല. അത് നമ്മൾ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ. അപ്പോൾ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു തവണ വായിച്ച് കണ്ടീഷൻസ് മനസ്സിലാക്കി ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ എത്തണം. എങ്കിൽ മാത്രമേ ആ 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റിൽ ചെയ്യാൻ പറ്റൂ. O ബൈസ് 2 പേഴ്സൺ ബിഫോർ ക്യൂ. ഒന്ന് ശ്രദ്ധിച്ചേ,
O buys 2 person before Q എന്ന് പറയുമ്പോൾ ക്യൂവിന് മുകളിലുള്ള രണ്ടാമത്തെ പേഴ്സൺ ആണ് O, അല്ലാതെ ക്യൂവിനും ഒയ്ക്കും ഇടയിൽ 2 പേഴ്സൺ ഉണ്ട് എന്നല്ല. നമ്മൾ ആദ്യം അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കും. O buys 2 person before Q എന്ന് പറഞ്ഞാൽ ക്യൂവിന് മുകളിലുള്ള രണ്ടാമത്തെ പേഴ്സൺ ആണ് O. അപ്പം ഞാനതിവിടെ മിക്സ് ചെയ്ത് എഴുതി, അല്ലാതെ ക്യൂവിനും ഒയ്ക്കും ഇടയിൽ രണ്ട് പേഴ്സൺ ഉണ്ട് എന്നല്ല. O buys 2 person before Q. As many person buy between O and Q as between L and K. ഒയ്ക്കും ക്യൂവിനും ഇടയിൽ എത്രയുണ്ടോ അത്രയും ആൾക്കാർ എല്ലിനും കെയ്ക്കും ഇടയിലുണ്ട്. ഇവിടെ ഒയ്ക്കും ക്യൂവിനും ഇടയിൽ 1 പേഴ്സൺ ഗ്യാപ്പ് ആണെങ്കിൽ എല്ലിനും കെയ്ക്കും ഇടയിലും എത്ര പേഴ്സൺ ഗ്യാപ്പ് തന്നെയാണ്? 1 പേഴ്സൺ ഗ്യാപ്പാണ്. ഞാനത് ഇവിടെ കൊടുക്കാഞ്ഞത് ഒന്നെങ്കിൽ എൽ ഒരു ഗ്യാപ്പിൽ കെ മുകളിലേക്ക് വരാം, അല്ലെങ്കിൽ എൽ ഒരു ഗ്യാപ്പിൽ കെ താഴേക്ക് വരാം. 2 പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ കൊടുക്കാഞ്ഞത്. നോക്കാം നമുക്ക്. കെ ബൈസ് ബിഫോർ ഒ. അപ്പോൾ ഒരു കാര്യമുണ്ട്, കെ എന്ന് പറയുന്ന ഒയ്ക്ക് മുന്നെയാ, കെ എന്ന് പറയുന്ന ഒയ്ക്ക് മുന്നെയാ. അപ്പോൾ എൽ ഒരു ഗ്യാപ്പിൽ കെ മുകളിലേക്കേ വരൂ. എൽ ഒരു ഗ്യാപ്പിൽ കെ താഴേക്ക് വന്നാൽ ഒയ്ക്ക് ശേഷമായി പോകും. പറ്റില്ല, കണ്ടീഷനിൽ മുന്നേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 person between കെ ആൻഡ് പി. കെയ്ക്കും പിക്കും ഇടയിലെ 2 ഗ്യാപ്പ്. നിങ്ങൾ ഞാൻ കണ്ടീഷൻസ് എഴുതുന്ന രീതി ശ്രദ്ധിച്ചോ? മെർജ് ചെയ്ത കണ്ടീഷൻസ് എഴുതുന്നത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ. പലയിടത്ത് വാരി വലിച്ചെഴുതിയാൽ ഒന്നും നമുക്ക് കത്തില്ല. മാക്സിമം പലയിടത്ത് പറയുന്ന ആൾക്കാരെ ഒരുമിച്ച് കണ്ടീഷൻസ് മെർജ് ചെയ്ത് എഴുതാൻ പഠിക്കണം. ഇവിടെ ഈ കണ്ടീഷൻ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് കളയാണ്. ജെ ബൈസ് ബിഫോർ എൻ. ജെ എന്ന് പറയുന്നത് എന്നിന് മുന്നെയാണ്. ആൻഡ് ആഫ്റ്റർ പി, പക്ഷേ പിക്ക് ശേഷമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, പിക്ക് ശേഷമാണ് ജെയും എന്നും. കണ്ടീഷൻസ് എഴുതുന്ന രീതി ഇത്രയേ ഉള്ളൂ. ഇത്രയും കണ്ടീഷൻസ് വെച്ചിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഏതൊരു പസിൽസിലും കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഏത് കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? വാട്ട് ഈസ് മൈ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ? എപ്പോഴും വ്യക്തമായി പൊസിഷനുള്ള കണ്ടീഷൻ ആയിരിക്കണം. മുന്നോട്ട് മെർജ് ചെയ്ത് പോകാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരിക്കണം. എങ്കിലേ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇപ്പം എൽ 2 ഗ്യാപ്പിൽ എം മുകളിലോട്ടോ എങ്ങനെ വേണമെങ്കിലും വരാം. ഇവിടെ കെ 2 ഗ്യാപ്പിൽ പി ഇനി ഇങ്ങോട്ട് പറ്റില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, കെ 2 ഗ്യാപ്പിൽ ഇവിടെ ക്യൂ ആ. അപ്പോൾ കെ 2 ഗ്യാപ്പിൽ ക്യൂ ആയതുകൊണ്ട് പി അങ്ങോട്ടേക്ക് പറ്റില്ല. സോ 100% ഞാൻ വേണ്ട ഈ കണ്ടീഷൻ എടുത്ത് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. വ്യക്തമായി പൊസിഷൻ അറിയാം, മുന്നോട്ട് മെർജ് ചെയ്ത് പോകാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ കെ 2 ഗ്യാപ്പിൽ ഞാൻ പി മുകളിലേക്ക് കൊടുത്തു, തൊട്ട് താഴെ ഒ കൊടുത്തു, എൽ കൊടുത്തു, ക്യൂ കൊടുത്തു. ഇപ്പം എത്ര പേഴ്സൺ ആയി ടോട്ടൽ? 1 2 3 4 5 6 7 പേഴ്സൺ ആയി. ഇനി ഒരാളെയും കൂടെ പറ്റുള്ളൂ. അപ്പോൾ 2 ഗ്യാപ്പിൽ ഇങ്ങോട്ടേക്ക് ഇനി എം പറ്റില്ല. സോ 2 ഗ്യാപ്പിൽ എമ്മിനെ വേണ്ട ഇവിടെ കൊടുക്കാം. ഇനി മിച്ചമുള്ള ആൾക്കാർ ആരൊക്കെയാ? ജെയും എന്നും. വേണ്ട ഇതിന് താഴെ ജെ കൊടുത്തു, ഇവിടെ എൻ കൊടുത്തു. ക്വസ്റ്റ്യൻ സോൾവ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒറ്റയടിക്ക് ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇത് കണ്ടീഷൻസ് പെട്ടെന്ന് വായിച്ച് ചടപടപടയെന്ന് ചെയ്ത് ഒരു 1-1.5 മിനിറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ കിട്ടി സബ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം. ക്ലിയർ? ഓക്കെ, ഇതെല്ലാം അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തനിയെ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫൈനൽ അറേഞ്ച്മെൻറ്റും അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കിക്കേ, നമ്മളുടെ സിലോജിസം ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സിലോജിസം. പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക് സിലോജിസം ആണ്. കംപ്ലീറ്റ് ആയിട്ട് ബേസ് നന്നായിട്ട് പഠിക്കണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ നോക്കാം. only a few story is book. സ്റ്റോറിയുടെ കുറച്ചു ഭാഗം മാത്രമാണ് ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയുടെ കുറച്ചു ഭാഗം എന്തല്ല? ബുക്കല്ല. ആൻഡ് ഓൾ ബുക്ക് ഈസ് ടെയിൽ. എല്ലാ ബുക്കും എന്താണ്? ടെയിലാണ് എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് സിലോജിസം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഡെഫിനിറ്റ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്, ഒൺലി എ ഫ്യൂ ഉണ്ട്, ഒൺലി ഉണ്ട്, എയ്തർ ഓർ കേസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മുടെ സൈലം ബാങ്കിങ്ങിൻ്റെ ചാനലിൽ ഓരോ പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സിലോജിസം ബുദ്ധിമുട്ടുള്ളവരൊക്കെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഉറപ്പായിട്ടും കാണണം. കൺക്ലൂഷനിലേക്ക് വരാം. ഓൾ ടെയിൽ ക്യാൻ ബി സ്റ്റോറി. എല്ലാ ടെയിലിനും സ്റ്റോറി ആകാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നോക്കിക്കേ, ഇവിടെ സ്റ്റോറിയുടെ കുറച്ചു ഭാഗമാണ് ബുക്കല്ലാത്തത് അല്ലേ? സ്റ്റോറിയുടെ കുറച്ചു ഭാഗം ബുക്കല്ല എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അല്ലാതെ സ്റ്റോറിയുടെ കുറച്ചു ഭാഗം ഇവിടെ ടെയിൽ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഓൾ ടെയിൽ ക്യാൻ ബി സ്റ്റോറിയാ. എല്ലാ ടെയിലിനും സ്റ്റോറിയിലേക്ക് വന്നാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. കാരണം എന്താണ്ട് ഈ എല്ലാ സ്റ്റോറിക്കും ബുക്കാകാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷേ ടെയിലുമായിട്ടൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ ബുക്കിനും സ്റ്റോറിയിലേക്ക് വരാം, എല്ലാ ടെയിലിനും സ്റ്റോറിയിലേക്ക് വരാം. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആണ്. അടുത്തതിലേക്ക് വരാം. സം സ്റ്റോറി ക്യാൻ നെവർ ബി ബുക്ക്.
കുറച്ച് സ്റ്റോറിക്ക് ഒരിക്കലും എന്താകാൻ പറ്റില്ല, ബുക്കാകാൻ പറ്റില്ല. കറക്റ്റ് അല്ലേ? ഒൺലി എ ഫ്യൂ സ്റ്റോറി ആർ ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയുടെ കുറച്ച് ഭാഗം ബുക്കാണെന്ന് പറയുമ്പോൾ സ്റ്റോറിയുടെ കുറച്ച് ഭാഗം ബുക്കല്ല എന്നുണ്ട്. അപ്പോൾ ക്യാൻ നെവർ ബി പോസിബിലിറ്റി അല്ല, സ്റ്റോറിയുടെ കുറച്ച് ഭാഗം ബുക്കല്ല എന്ന് അവർ പറഞ്ഞേക്കുക. അത് 100% കറക്റ്റാ. സോ ഇവിടെ 2 കൺക്ലൂഷനും ട്രൂ ആണ്. അടുത്തതിലേക്ക് വരാം. അടുത്ത സിലോജിസം. ഓൾ മെഷീൻ ഈസ് ATM. എല്ലാ മെഷീനും ATM ആണ്. ആൻഡ് ഒൺലി എ ഫ്യൂ റുപ്പീസ് ഈസ് ATM. റുപ്പീസിൻ്റെ കുറച്ചു ഭാഗം മാത്രമാണ് ATM എന്ന് പറഞ്ഞാൽ റുപ്പീസിൻ്റെ കുറച്ചു ഭാഗം ATM അല്ല. ആൻഡ് സം കോയിൻ ഈസ് റുപ്പീസ്. കുറച്ച് കോയിൻ എന്ന് പറയുന്നത് റുപ്പീസ് ആണ്. വളരെ പെട്ടെന്ന് വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, കൺക്ലൂഷനിലേക്ക് വരിക. ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ പറയുന്ന കാര്യം വെൻ ഡയഗ്രത്തിൽ കാണണം. സം കോയിൻ ഈസ് നോട്ട് മെഷീൻ. കുറച്ച് കോയിൻ എന്ന് പറയുന്നത് മെഷീൻ അല്ല എന്ന് കാണുന്നുണ്ടോ? ഇവിടെ റുപ്പീസിൻ്റെ കുറച്ചു ഭാഗം മെഷീൻ അല്ല എന്ന് കാണുന്നുണ്ട്, അല്ലാതെ ഈ കോയിൻ്റെ കുറച്ചു ഭാഗം മെഷീൻ അല്ല എന്ന് കാണുന്നില്ല. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഈ കോയിൻ ഞാൻ ഇവിടെ വരച്ചിട്ടല്ലേ, സം റുപ്പീസ് ഈസ് കോയിൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇത് ഇവിടെയും വരാമല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കോയിൻ്റെ കുറച്ചു ഭാഗം മെഷീൻ ആകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടാകുമോ? ഇത് ചാൻസാ, പോസിബിലിറ്റിയാ. എന്നാലും ആകാൻ വഴിയില്ല. കാരണം ഇവിടെ വന്നാലും റുപ്പീസിൻ്റെ കുറച്ച് ഭാഗം ATM അല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, മെഷീൻ അല്ല എന്ന് അപ്പോഴും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നാൽ പോലും കോയിനിൻ്റെ കുറച്ച് ഭാഗം മെഷീൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും വരയ്ക്കുന്നത് നമ്മൾ മിനിമം ഓവർലാപ്പിംഗ് ആയിരിക്കണം. അത് സിലോജിസത്തിൻ്റെ റൂളാണ്. ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ പറയുന്ന കാര്യം വെൻ ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ കോയിൻ്റെ കുറച്ചു ഭാഗം മെഷീൻ അല്ല എന്ന് കാണുന്നുണ്ടോ? കാണുന്നില്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റ്. അടുത്തത്, ഓൾ മെഷീൻ ബീങ് റുപ്പീസ് ഇസ് എ പോസിബിലിറ്റി. എല്ലാ മെഷീനും റുപ്പീസ് ആകാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? യെസ്. മെഷീനും റുപ്പീസും തമ്മിൽ യാതൊരു ക്രോസ് റിലേഷനും ഇതേപോലെ കാണുന്നില്ല. മെഷീൻ ഇവിടെ വരാം, എവിടെ വേണമെങ്കിലും വരാം. എല്ലാ മെഷീനും റുപ്പീസ് ആകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടെ എന്താ ആൻസർ വരിക? ഒൺലി കൺക്ലൂഷൻ 2 follows. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒൺലി എ ഫ്യൂ റൈസ് ഈസ് വീറ്റ്. റൈസിൻ്റെ കുറച്ചു ഭാഗം മാത്രമാണ് വീറ്റ് എന്ന് പറഞ്ഞാൽ റൈസിൻ്റെ കുറച്ചു ഭാഗം എന്തല്ല? വീറ്റ് അല്ല. ആൻഡ് ഓൾ വീറ്റ് ഈസ് ഗ്രെയിൻ. എല്ലാ വീറ്റും എന്താണ്? ഗ്രെയിൻ ആണ്. ആൻഡ് നോ ഗ്രെയിൻ ഈസ് ഫ്ലോർ. ഒരു ഗ്രെയിനും എന്തല്ല? ഫ്ലോർ അല്ല. കൺക്ലൂഷനിലേക്ക് വരാം. സം റൈസ് ഈസ് നോട്ട് ഫ്ലോർ. കുറച്ച് റൈസ് എന്ന് പറയുന്നത് ഫ്ലോർ അല്ല. കറക്റ്റ് അല്ലേ? ഒന്ന് നോക്കിക്കേ, റൈസിൻ്റെ കുറച്ചു ഭാഗം ഇവിടെ ഗ്രെയിൻ ആണ്, അത് ഫ്ലോർ ആകത്തില്ല. ദാറ്റ് മീൻസ് റൈസിൻ്റെ കുറച്ചു ഭാഗം ഫ്ലോർ അല്ല എന്ന് ഡയറക്റ്റ്ലി നമുക്ക് കാണുന്നുണ്ട്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആ. ഇത് ചെയ്ത് നല്ല പ്രാക്ടീസ് വേണം. ഓരോ ടൈപ്പും സിലോജിസത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ടൈപ്പും നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഒരു തവണ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ സെൻറ്റൻസിനെ വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ വീറ്റ് ക്യാൻ ബി ഫ്ലോർ. അടുത്ത കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ വീറ്റിനും ഫ്ലോർ ആകാൻ പറ്റുമോ? വീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രെയിനിനകത്താണ്. ഗ്രെയിനും ഫ്ലോറുമായിട്ട് നോ റിലേഷനാണ്. അപ്പം പിന്നെ എല്ലാ വീറ്റിനും ഗ്രെയിൻ ആകാൻ പറ്റുമോ? പറ്റില്ല. സോ അത് തെറ്റ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഒൺലി കൺക്ലൂഷൻ 1 follows. ഓക്കെ, അടുത്തത്, ഓൾ വർക്ക് ഈസ് ടൈം. എല്ലാ വർക്കും ടൈമാണ്. ആൻഡ് സം ടൈം ഈസ് നോട്ട് പ്രോഗ്രസ്. കുറച്ച് ടൈം എന്ന് പറയുന്നത് എന്തല്ല? പ്രോഗ്രസ് അല്ല. ആൻഡ് ഓൺലി എ ഫ്യൂ പ്രോഗ്രസ് ഈസ് റിസൾട്ട്. പ്രോഗ്രസിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസിൻ്റെ കുറച്ച് ഭാഗം റിസൾട്ട് അല്ല. കൺക്ലൂഷനിലേക്ക് വരാം. സം വർക്ക് ഈസ് നോട്ട് പ്രോഗ്രസ്. കുറച്ച് വർക്ക് പ്രോഗ്രസ് അല്ല എന്ന് കാണുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണേ, വേണ്ട ടൈം പ്രോഗ്രസ് അല്ലെന്ന്. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ഈ വർക്ക് ഇവിടെ വരച്ചിട്ടല്ലേ, വർക്ക് ഇവിടെ വരച്ചാൽ അങ്ങനെ പറയാമല്ലോ. അതൊരു ചാൻസാ, അത് പോസിബിലിറ്റിയാണ്. പോസിബിലിറ്റിയെ പറ്റിയിട്ടല്ല അവർ ഡെഫിനറ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. പോസിബിലിറ്റി വേറെ. അല്ലെങ്കിൽ അവർ പറയണമായിരുന്നു കുറച്ച് വർക്ക് പ്രോഗ്രസ് ആകാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? യെസ്. പക്ഷേ ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് അവരങ്ങ് പറയുകയാണ് വർക്കിൻ്റെ കുറച്ച് ഭാഗം പ്രോഗ്രസ് അല്ലാന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ടൈമിൻ്റെ കുറച്ച് ഭാഗമാണ് പ്രോഗ്രസ് അല്ലാത്തത്. വർക്കിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആകാതിരിക്കാം. അടുത്തത്, ഓൾ വർക്ക് ഈസ് പ്രോഗ്രസ്. എല്ലാ വർക്കും പ്രോഗ്രസ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. തെറ്റ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മളോട് ചോദിച്ചു കുറച്ച് വർക്ക് പ്രോഗ്രസ് ആണോ? എല്ലാ വർക്കും പ്രോഗ്രസ് ആണോ? നമ്മളോട് ചോദിച്ചു എല്ലാ വർക്കും പ്രോഗ്രസ് ആണോ? നമ്മൾ പറഞ്ഞു അല്ല. അപ്പോൾ അവർ ആദ്യത്തെ കൺക്ലൂഷൻ, എന്നാൽ ശരി കുറച്ച് വർക്ക് പ്രോഗ്രസ് അല്ല, നമ്മൾ പറയാം അതും തെറ്റാണെന്ന്.
അപ്പോൾ ഇങ്ങനെ വരുന്ന പെയേഴ്സ്, അതായത് നമുക്ക് വിരുദ്ധത ഫീൽ ചെയ്യും. ഇത് രണ്ടും കൂടെ ഒരിക്കലും എനിക്ക് എന്ത് പറയാൻ പറ്റില്ല, ശരിയാണെന്നും പറയാൻ പറ്റില്ല, രണ്ടും കൂടെ തെറ്റാണെന്നും പറയാൻ പറ്റില്ല. ഇതിലേതെങ്കിലും ഒരെണ്ണം ശരിയാകും, ഒരെണ്ണം തെറ്റാകും. ആ കേസാണ് നമ്മൾ എയ്തർ ഓർ പറയുക. അപ്പോൾ എയ്തർ ഓറിൽ നമ്മുടെ കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 കൺക്ലൂഷനും തെറ്റായിരിക്കണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവർ സെയിം എലമെന്റ് ആയിരിക്കണം. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വർക്ക് പ്രോഗ്രസ്, ഇവിടെ വർക്ക് പ്രോഗ്രസ് സെയിം എലമെന്റാ. പിന്നെ അടുത്തത് വരേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇവർ രണ്ടുപേരോട് ഒരേപോലെ ശരിയാകത്തുമില്ല തെറ്റാകത്തുമില്ല. ദാറ്റ് മീൻസ് കോംപ്ലിമെന്ററി പെയേഴ്സ്. ആ വിരുദ്ധത ഫീൽ ചെയ്യുന്ന പെയേഴ്സ് ആണോ? 2 കോംപ്ലിമെന്ററി പെയേഴ്സ് ഉണ്ട്, സമ്മും നോയും ഓളും സം നോട്ടും. ഇവിടെ വന്നിരിക്കുന്നത് ഓളും സം നോട്ടും ആണ്. സം വർക്ക് ഈസ് നോട്ട് പ്രോഗ്രസ് ആൻഡ് ഓൾ വർക്ക് ഈസ് പ്രോഗ്രസ്. ഓൾ ARB ആൻഡ് സം AR not B. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് എയ്തർ 1 or 2. ഇതാണ് ആൻസർ വരിക. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ കാര്യം ഇപ്പോൾ സമ്മും നോയും വരുമ്പോൾ നമുക്കിപ്പോൾ സം ARB എന്ന് വന്നാലും സം BRA എന്ന് വന്നാലും നോ ARB എന്ന് വന്നാലും നോ BRA എന്ന് വന്നാലും പ്രശ്നമില്ല. പക്ഷെ ഓളും സം നോട്ടിലും അലൈൻമെന്റ് ശ്രദ്ധിച്ചോണം. ഓൾ വർക്ക് ഈസ് പ്രോഗ്രസും സം വർക്ക് ഈസ് നോട്ട് പ്രോഗ്രസും വന്നതുകൊണ്ടാണ് ഇത് കോംപ്ലിമെന്ററി പെയർ എയ്തർ ഓർ ആൻസർ വന്നത്. ഒരു പക്ഷേ ഓൾ വർക്ക് ഈസ് പ്രോഗ്രസും സം പ്രോഗ്രസ് ഈസ് നോട്ട് വർക്ക് എന്ന് വരുന്നെങ്കിൽ ഇതൊരിക്കലും എയ്തർ ഓർ വരില്ല, ശ്രദ്ധിച്ചോണം. സം AR not B ഡസ് നോട്ട് ഇംപ്ലൈസ് ദാറ്റ് സം BR not A. അതെപ്പോഴും നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം. ക്ലിയർ? അടുത്തത് നോക്കിക്കേ. അപ്പോൾ സോ നമ്മൾ 90 ക്വസ്റ്റ്യൻസിൽ എത്തിയിരിക്കുകയാണ്. വേണ്ട ഹൗ മെനി പെയേഴ്സ് ഓഫ് ഡിജിറ്റ്സ്. ഇത് നമ്മൾ വേർഡ്സിൻ്റെ കേസിലും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. How many such pairs of digits are there in the number, each of which has as many digits between them as they have in the number series? നമ്മളുടെ നമ്പർ സീരീസിൽ ഉള്ളതുപോലെ എത്ര പെയേഴ്സ് ഓഫ് ഡിജിറ്റ്സ് ഉണ്ട് ഇതിൽ? ഒള്ളി ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒള്ളി ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഫോർവേഡ് നോക്കണ്ട, ബാക്ക്വേർഡ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചേ, 4 0 5 8 5 6 3 6. ഒള്ളി ഇൻ ബാക്ക്വേർഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ മതി, ഫോർവേഡ് നോക്കണ്ട. ഒന്നുമില്ല. 6 കഴിഞ്ഞിട്ട് ഇവിടെ 7 ഉണ്ടോ? ഇല്ല. ഇവിടെ 8 ഉണ്ടോ? ഇല്ല. ഇവിടെ 9 ഉണ്ടോ? ഇല്ല. 9 കഴിഞ്ഞിട്ട് വീണ്ടും 1 2 3 അങ്ങനെ നോക്കണ്ട. ഇവിടെ 3 കഴിഞ്ഞിട്ട് 4 ഇല്ല. ഇവിടെ അതേണ്ട 5 ഉണ്ട്. സോ എനിക്ക് വേണ്ട ഇവിടെ ഒരു പെയർ കിട്ടി എന്ന് പറയാം. ഇവിടെ എനിക്ക് അടുത്ത പെയർ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും 6 ഇല്ല. ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തരുത്. അത് കഴിഞ്ഞ് 6 ഉണ്ടോ? 7 ഉണ്ടോ? 8 ഉണ്ടോ? ഇല്ല. അടുത്തത് 6 കഴിഞ്ഞ് ഇവിടെ 7 ഇല്ല. ദേണ്ട ഇവിടെ 8 ഉണ്ട്. ദേണ്ട കണ്ടോ? ഇപ്പോൾ ആ പിയറിംഗ് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ എണ്ണുന്ന പോലെ 1 2 3 4 അതേപോലെ തന്നെ ബാക്ക്വേർഡ് ആയിട്ട് മുന്നോട്ട് എണ്ണുക. നമ്മൾ അതാത് പൊസിഷനിൽ അടുത്തത് 6 കഴിഞ്ഞിട്ട് ഇവിടെ 7 ആണോ? അല്ല. അപ്പോൾ അത് പെയർ കിട്ടിയില്ല. ഇവിടെ 8 ആണ്. സോ ഇവർ രണ്ടുപേരും പെയേഴ്സാ. ക്ലിയർ ആയോ? ഇവിടെ 9 ഇല്ല, വേറെ പെയറില്ല. അടുത്തത് 5 കഴിഞ്ഞിട്ട് ഇവിടെ 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല. 8ന് 5ന് പെയറില്ല. ഇവിടെ 8 കഴിഞ്ഞിട്ട് 9 ഇല്ല, പെയറില്ല. ഇവിടെ 5 കഴിഞ്ഞിട്ട് 6 ഇല്ല, 7 ഇല്ല, എഗെയിൻ 1 ഇല്ല. സോ 2 പെയേഴ്സ് മാത്രമാണുള്ളത്. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു പസിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തനിയെ ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊരു പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിലാണ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻസിലേക്ക് കടക്കാം. 7 persons works in same organization of 7 different designation. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ 7 ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസിനെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദി ഡെസിഗ്നേഷൻസ് ആർ ഇൻ ദി ഡിക്രീസിംഗ് ഓർഡർ സച്ച് ദാറ്റ് MD ഇസ് ദി സീനിയർ മോസ്റ്റ് പൊസിഷൻ ആൻഡ് ടൈപ്പിസ്റ്റ് ഇസ് ദി ജൂനിയർ മോസ്റ്റ് പൊസിഷൻ. പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിലാണ്. അപ്പോൾ ഇവിടുത്തെ ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് MD ആൻഡ് ബോട്ടം മോസ്റ്റ് പൊസിഷനാണ് ടൈപ്പിസ്റ്റ്. അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചില കേസിൽ ഇങ്ങനെ പ്രൊഫഷൻ തരുമെങ്കിലും ഓർഡർ പറയാറില്ല. നമ്മൾ ഏതാള് ഏത് പ്രൊഫഷനാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഓർഡർ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറഞ്ഞിരിക്കുന്ന അതേ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടീഷൻസ് നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 7 പേഴ്സൺ ആണ്. ഇപ്പോൾ 7 പ്രൊഫഷൻ തന്നിട്ടുണ്ട്. സോ ഇവിടെ എടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് MD ഇസ് ദി സീനിയർ മോസ്റ്റ് പൊസിഷൻ, ദെൻ അതിനുശേഷം CEO, ദെൻ സീനിയർ മാനേജർ. ഇപ്പോൾ ഫുള്ള് നമ്മൾ വാരി വലിച്ചെഴുതണം എന്നില്ല, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇട്ടാൽ മതി. സീനിയർ മാനേജർ, ദെൻ മാനേജർ, PO, ക്ലർക്ക് ആൻഡ് ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ്. ഓക്കെ, ഇത്രയുമാണ് നമ്മളോട് പൊസിഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം.
ബാക്കി കണ്ടീഷൻസിലേക്ക് നമുക്ക് കടക്കാം. വളരെ പെട്ടെന്ന് കണ്ടീഷൻസ് എഴുതുക. നമ്പർ ഓഫ് പേഴ്സൺ സീനിയർ ടു എ ഈസ് സെയിം ആസ് ദി നമ്പർ ഓഫ് പേഴ്സൺസ് ജൂനിയർ ടു എ. വളരെ സിമ്പിൾ കണ്ടീഷൻ അല്ലേ. 7 പേഴ്സൺ ആണ്. എക്ക് സീനിയർ ആയിട്ട് എത്ര പേഴ്സൺ ഉണ്ടോ അത്രയും ആൾക്കാർ ജൂനിയർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 7 പേരാകുമ്പോൾ എ നടുക്ക് വരും. എ നടുക്കെന്ന് പറയുമ്പോൾ എ മാനേജർ ആകും. എക്ക് മുകളിൽ 1, 2, 3 പേര്, എക്ക് താഴെയും 3 പേര്. ദാറ്റ്സ് ഇറ്റ്. വേറെ കാര്യമൊന്നുമില്ല. സോ എയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ആരാണ്? മാനേജർ ആണ്. ബി ഈസ് ജൂനിയർ ടു എ ആൻഡ് ജസ്റ്റ് സീനിയർ ടു സി എന്നാ പറഞ്ഞേക്കുന്നത്. ആരുടെ കേസാ? ബി. ബി എന്ന് പറയുന്നത് എക്ക് ജൂനിയർ ആണ്, പക്ഷെ സിക്ക് ജസ്റ്റ് സീനിയറാ. അപ്പൊ എത്ര പോസിബിലിറ്റി വരിക? ഒന്നെങ്കിൽ എക്ക് താഴെ ബി എന്ന് പറഞ്ഞാൽ ബി ഇവിടെ വന്നിട്ട് സി ഇവിടെ വരാം, അല്ലെങ്കിൽ ബി ഇവിടെ വന്നിട്ട് സി ഇവിടെയും വരാം. ജസ്റ്റ് ജൂനിയർ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ബി ഈസ് ജൂനിയർ ടു എ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മുടെ കേസിൽ നമുക്ക് ഒരു പോസിബിലിറ്റിയിൽ ബി സി ഇങ്ങനെ വരാം, ഒരു പോസിബിലിറ്റിയിൽ ബി സി ഇങ്ങനെ വരാം. ഓക്കെ. ഈസ് ജൂനിയർ ടു എ. എക്ക് ജൂനിയർ എന്ന് പറയുമ്പോൾ ഈ കേസിൽ ഈ ഇവിടെ, ഈ കേസിൽ ഈ ഇവിടെ, ഒരേ സമയം 2 പോസിബിലിറ്റി. ദി നമ്പർ ഓഫ് പേഴ്സൺ ജൂനിയർ ടു സി. അപ്പോൾ സിക്ക് ജൂനിയർ ആയിട്ട് എത്ര പേഴ്സൺ ഉണ്ടോ is designated between B and D. The number of person junior to C is same as the number of person designated between B and D. അതായത് ബിക്കും ഡിക്കും ഇടയിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺ ഉണ്ടോ അത്രയും ആൾക്കാർ എവിടെയുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? സിക്ക് ജൂനിയർ ആയിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. സിക്ക് ജൂനിയർ ആയിട്ട് എത്ര പേഴ്സൺ എന്ന് പറയുന്നത് ബിക്കും ഡിക്കും ഇടയിലുള്ളതാണ്. ആദ്യത്തെ പോസിബിലിറ്റിക്കകത്തിൽ സിക്ക് താഴെ ഒരാള്, അപ്പൊ ബിക്കും ഡിക്കും ഇടയിൽ ഒരാള്. ദാറ്റ് മീൻസ് ബി ഒരു ഗ്യാപ്പിൽ ഡി മുകളിലേക്ക് കൊടുക്കണം. ഇവിടുത്തെ കേസിൽ സിക്ക് ജൂനിയർ ആയിട്ട് ആരുമില്ല, അപ്പോൾ ബിക്കും ഡിക്കും ഇടയിലും ആരും കാണാൻ പാടില്ല. ഇവിടെ ബി വന്നു, ഇവിടെ ഇ വന്നു, ഇവിടെ സി വന്നു. അപ്പൊ തന്നെ ഈ പോസിബിലിറ്റി എലിമിനേറ്റഡ്. ഓക്കെ. ഇനി അറ്റ് മോസ്റ്റ് 1 പേഴ്സൺ ബിറ്റ്വീൻ ജി ആൻഡ് എഫ്. ജിക്കും എഫിനും ഇടയിൽ മാക്സിമം ഒരു പേഴ്സണേ വരാൻ പാടുള്ളൂ. ശ്രദ്ധിച്ച്, ജിക്കും എഫിനും ഇടയിൽ മാക്സിമം ഒരേ ഒരു പേഴ്സണേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ജിയും എഫും കൊടുക്കാൻ എനിക്കിനിയിപ്പോൾ ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ. അവിടെ എഫ് ഈസ് നോട്ട് ദി സീനിയർ മോസ്റ്റ് പൊസിഷൻ. എഫ് സീനിയർ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എഫ് ഇവിടെ, ജി ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. വളരെ സിമ്പിൾ ഒരു പ്രൊഫഷണൽ ഡെസിഗ്നേഷൻ പസിലായിരുന്നു. ഇവിടെ നമ്മളോട് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് വാട്ട് ഈസ് എസ് ഡെസിഗ്നേഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. ഇവിടെ എയുടെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അത് ആദ്യത്തെ കണ്ടീഷനിൽ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. മാനേജർ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ. ഇതേപോലെ തന്നെ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മൾ തനിയെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 5 സബ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ. യെസ്. അടുത്തത് ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ആൽഫാ ന്യൂമറിക് സീരീസ് ആണ്. നമുക്ക് ഇവിടെ ഒരു നമ്പർ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇതൊരു മിക്സഡ് സീരീസ് ആണ്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is the 4th element to the right of the 6th element from the left end of the given series? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഇങ്ങനെ നമ്മൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി 3rd ടു ദി ലെഫ്റ്റ് ഓഫ് ദി 4th ടു ദി റൈറ്റ് ഓഫ് ദി 7th ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അങ്ങനെ വായിക്കാതെ ലാസ്റ്റ് എൻഡിൽ നിന്ന് പിറകിലേക്ക് വായിക്കുക. ഇതാണ് നമ്മളുടെ സീരീസ്. ഇതാണ് സീരീസിൻ്റെ ലെഫ്റ്റ് എൻഡ്, ഇതാണ് സീരീസിൻ്റെ റൈറ്റ് എൻഡ്. ഓക്കെ. 4th element to the right of 6th element from left end. അപ്പം നോക്കിക്കേ, ലെഫ്റ്റ് എൻഡിൽ നിന്ന് 6th എലമെന്റ്. ഓക്കെ. നോക്കിക്കേ, ലെഫ്റ്റ് എലമെന്റിൽ നിന്നുള്ള 6th എലമെന്റ് എഗെയിൻ 4th എലമെന്റ് ടു റൈറ്റ്. അവിടുന്ന് 4th എലമെന്റ് ടു റൈറ്റ് എന്ന് പറയുമ്പം എഗെയിൻ 4ാമത്തെ എലമെന്റ്. ദാറ്റ് മീൻസ് 6 + 4 10ാമത്തെ എലമെന്റ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ലാസ്റ്റ് എൻഡിൽ നിന്ന് വീണ്ടും അങ്ങോട്ടേക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ വരച്ചൊന്നും എക്സാമിന് സമയം കളയരുത്. ഇതിങ്ങനെ നമ്മൾ ലാസ്റ്റ് സെന്റൻസിൽ നിന്ന് ബാക്കിലേക്ക് വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലായിരിക്കണം ഈ ഒരു ഫിഗർ വരേണ്ടത് അല്ലേ. ഇതിപ്പോൾ 4th ടു റൈറ്റ് വന്നിട്ടാ. ഈ 4th ടു ലെഫ്റ്റ് ആയിരുന്നെങ്കിൽ ബാക്കിലേക്ക് വന്നേനെ. അപ്പോൾ 6ൽ നിന്ന് 4 കുറയ്ക്കണം. അപ്പം ചിലരിങ്ങനെ കാണാതെ പഠിച്ചു വെക്കാറുണ്ട്. ലെഫ്റ്റും റൈറ്റും ആണെങ്കിൽ ആഡ് ചെയ്യണം, ലെഫ്റ്റോ റൈറ്റോ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ലെഫ്റ്റ് എൻഡിൽ നിന്നാണോ റൈറ്റ് എൻഡിൽ നിന്നാണോ? അതൊന്നും വേണ്ട. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ലാസ്റ്റ് എൻഡിൽ നിന്ന് ബാക്കിലേക്ക് വായിച്ചാൽ മതി. 6th എലമെന്റ് ഫ്രം ലെഫ്റ്റ്, എഗെയിൻ 4th എലമെന്റ് ടു റൈറ്റ്, അവിടുന്ന് 4ാമത്തെ റൈറ്റ്. സോ 6 + 4 10. ലെഫ്റ്റ് എൻഡിൽ നിന്നുള്ള 10ാമത്തെ എലമെന്റ്.
നമ്മൾ 1, 2, 3, 4 എന്ന് എണ്ണിക്കൊണ്ടിരുന്നാൽ ഈ 5 ക്വസ്റ്റ്യന് മാത്രമേ ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 3ന്റെ ഗ്രൂപ്പുകളായിട്ട് എണ്ണുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 3, 3, 3, 6, 6, 3, 9, 1, 10. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. 9 ആണ് ഇവിടുത്തെ ആൻസർ വരിക. ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാം. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ടൈം എടുക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ വിത്തിൻ 15 സെക്കൻഡ്സ് ഓർ 20 സെക്കൻഡ്സിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ നമുക്ക് പറ്റണം. തുടക്കക്കാരോടല്ല, തുടക്കക്കാർ സമയത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ ചിന്തിക്കേണ്ട, ഓരോ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. How many such consonants are there in the given series? ഈ ഒരു സീരീസിൽ എത്ര കോൺസോണൻസ് ഉണ്ട്? Each of which is immediately preceded by a number, preceded and succeeded by, or preceded by or followed by എന്നൊക്കെ നമ്മളോട് പറയും. പി പിറകിലേക്കെന്ന് ആലോചിച്ചാൽ മതി. പണ്ട് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ആറിൻ്റെ സക്സസർ എന്താ, ആറിൻ്റെ പ്രെഡിസസർ എന്താ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറിൻ്റെ സക്സസർ ആരാ, 6 കഴിഞ്ഞിട്ട് 7. ആറിൻ്റെ പ്രെഡിസസർ ആരാ, 6ന് തൊട്ട് മുന്നേ ആരാ. ഇതെല്ലാം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ സീരീസിൽ അടുപ്പിച്ചുള്ളത് ആര്? പി പ്രസീഡഡ്, അതായത് കോൺസണൻസിന് തൊട്ട് പിറകിൽ നമ്പർ വരുന്നതും കോൺസണന്റ് കഴിഞ്ഞ് ലെറ്റർ വരുന്നതുമായിട്ടുള്ള എത്ര കോൺസണൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ തൊട്ട് പിറകിൽ, പി പിറകിലേക്കെന്ന് ആലോചിച്ചാൽ മതി. ദെൻ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എക്സാമിന് നമുക്ക് കൺഫ്യൂഷൻസും അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസ്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓരോന്നും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ പ്രിലിംസിൻ്റെ എക്സാമിലും. അപ്പോൾ ഈ ഓർഡർ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തെറ്റാതെ ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, ആദ്യത്തെ ടാസ്ക് ഇവരുടെ ഓർഡർ തെറ്റാതെ എഴുതുക. എന്നിട്ട് ഇവരിൽ ആരെയാണോ പെട്ടെന്ന് നമുക്ക് ഈ സീരീസിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നത് അവരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോൺസണൻസ് എടുത്താൽ ഇഷ്ടം പോലെ കോൺസണൻസ് ഇവിടെ ഉണ്ടാകും. എല്ലാം നമ്മൾ നോക്കേണ്ടി വരും. ആൻഡ് ഓൾസോ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പം സിമ്പിൾസ് ഉണ്ടെങ്കിൽ, സിമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. വവ്വൽസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അവരുണ്ടെങ്കിൽ അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് വവ്വൽ, ദെൻ സിമ്പിൾ, ദെൻ നമ്പർ. അതിനുശേഷം മാത്രമേ നിങ്ങൾ കോൺസണൻസിനെ പറ്റി ആലോചിക്കാവൂ. കാരണം ഇത് ഇഷ്ടം പോലെ എണ്ണം ഉണ്ട്. അപ്പോൾ അത്രയും നമ്മൾ പോസിബിലിറ്റീസ് നോക്കേണ്ടി വരും. പിന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മിക്സഡ് സീരീസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പം ഉള്ള ആരെയാണോ അവരെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുത്തെ കേസിൽ നമുക്ക് നമ്പർ കഴിഞ്ഞിട്ട് കോൺസണൻറ്റ്, അത് കഴിഞ്ഞിട്ട് ലെറ്റർ നോക്കാം. കാരണം കോൺസണൻസും ലെറ്ററും കൂടുതലുള്ള ആൾക്കാരാണ്. സോ ഇവിടെ എളുപ്പത്തിൽ കണ്ടെത്താൻ നല്ലത് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ചിലർ നടുക്കൂന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് തൊട്ട് പിറകിൽ നമ്പർ, അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ലെറ്റർ ആണ്. അപ്പോൾ പിറകിൽ നമ്പർ, മുന്നിൽ ലെറ്റർ, പിറകിൽ നമ്പർ, മുന്നിൽ ലെറ്റർ, ഇങ്ങനെ പറഞ്ഞ് അവസാനം പിറകിൽ ലെറ്ററും മുമ്പിൽ നമ്പറും ആയി പോകരുത്. സോ ഒന്നുകിൽ നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുക. ഏതാണോ ട്രേസ് ഔട്ട് ചെയ്യാൻ എളുപ്പം. ഇവിടെ ലെറ്റർ ഒരുപാടെണ്ണം ഉള്ളത് കൊണ്ട് ഏറ്റവും ബെറ്റർ ലെഫ്റ്റ് എൻഡ് ടു റൈറ്റ് എൻഡ് നോക്കുന്നതാണ്. നമ്പർ കഴിഞ്ഞ് കോൺസണന്റ് ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് ലെറ്റർ ഉണ്ടോ നോക്കാം. ഇവിടെ നമ്പർ കഴിഞ്ഞിട്ട് കോൺസണന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലെറ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ നമുക്ക് ആദ്യത്തെ ഒരാളെ കിട്ടി. നമുക്ക് ഇവിടെ കിട്ടി. ഇതേണ്ട ഇവിടുത്തെ കേസിൽ കിട്ടി. ഒറ്റ സെക്കൻഡേ, നമ്മൾ സോറി ഇതിലേക്ക് യെസ്, നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബാക്കിലെ ക്വസ്റ്റ്യനിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ, ഇവിടുത്തെ കേസിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്പർ കഴിഞ്ഞിട്ട് കോൺസണന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ലെറ്റർ ആണ്, ഒരെണ്ണം കിട്ടി. അടുത്ത് നോക്കിക്കേ, ഇത് നമ്പർ കഴിഞ്ഞിട്ട് കോൺസണന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ലെറ്റർ അല്ല. അടുത്ത് നോക്കിക്കേ, ഇത് നമ്പർ കഴിഞ്ഞിട്ട് കോൺസണന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ലെറ്റർ ആണ്. വേണ്ട, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്പർ കഴിഞ്ഞിട്ട് കോൺസണന്റ്, അത് കഴിഞ്ഞിട്ട് ലെറ്റർ. ദെൻ 6 നമ്പറാണ്, അത് കഴിഞ്ഞ് കോൺസണന്റ് ഇല്ല. അടുത്തത് 5 നമ്പറാണ്, അത് കഴിഞ്ഞ് ഐ എന്ന് പറയുന്ന വവ്വലാണ്, കോൺസണന്റ് അല്ല. ദെൻ അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഇവിടെയും പറ്റില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്പർ കഴിഞ്ഞിട്ട് കോൺസണന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ലെറ്റർ അല്ല. ഇവിടെ നമ്പർ കഴിഞ്ഞിട്ട് കോൺസണന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ലെറ്റർ അല്ല. ഓക്കെ, അതേണ്ട ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ, ഇത് ഞാൻ വിട്ടുപോയി. ഇവിടെ നമ്പർ കഴിഞ്ഞിട്ട് കോൺസണന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ലെറ്ററും ഉണ്ട്. ദാണ്ട് ഇവിടുത്തെ കേസിൽ നോക്കിക്കേ, എ എന്ന് പറയുന്ന വവ്വലാണെങ്കിലും കോൺസണന്റ് ആണെങ്കിലും നമ്മളെ ബാധിക്കുന്നില്ല, കാരണം ഇത് ലെറ്റർ. അപ്പോൾ എ എന്ന് പറയുന്നത് വവ്വലുമാണ്, കോൺസണന്റും ആണ്, ലെറ്ററും ആണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആരും ഇല്ലല്ലോ. ഇത് 5 കഴിഞ്ഞിട്ട് ഇത് പറ്റില്ല, 9 കഴിഞ്ഞിട്ട് ഇത് പറ്റില്ല, 6 കഴിഞ്ഞിട്ട് 10 ആണ്, അത് കഴിഞ്ഞിട്ട് ലെറ്റർ അല്ല, പിന്നെ ആരും ഇല്ല. സോ 3 എണ്ണമേ ഉള്ളൂ. ഇവിടെ എനിക്ക് എന്ത് പറയാം, ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ. യെസ്,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. How many symbols? നേരത്തെ ടൈപ്പ് ആണെന്ന് തോന്നുന്നു. How many symbols are there in the given series, each of which is immediately followed and immediately preceded by a number? Immediately followed and immediately preceded by a number. എത്ര സിമ്പിൾസ് ഉണ്ടോ തൊട്ട് പിറകിൽ നമ്പറും അതേപോലെ തന്നെ അത് കഴിഞ്ഞു ഇമ്മീഡിയറ്റ്ലി നമ്പർ വരുന്ന എത്ര സിമ്പിൾസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഈ ഓർഡർ എഴുതുക തെറ്റാതെ, എന്നിട്ട് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുക നോക്കുക. നമ്പർ കഴിഞ്ഞ് സിമ്പിൾ, അത് കഴിഞ്ഞിട്ട് നമ്പർ ഉണ്ടോ, ദാറ്റ്സ് ഇറ്റ്. വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ സിമ്പിൾ നോക്കാം, സിമ്പിളിന്റെ തൊട്ട് പിറകിലും മുമ്പിലും നമ്പർ ഉണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ സിമ്പിൾ ആണ് എന്റെ തൊട്ട് പിറകിലും മുമ്പിലും നമ്പർ അല്ല, ഇവിടെ സിമ്പിൾ ആണ് എന്റെ തൊട്ട് പിറകിലും മുമ്പിലും നമ്പർ അല്ല, ഇവിടെ സിമ്പിൾ തൊട്ട് പിറകിലും മുമ്പിലും നമ്പർ അല്ല, ഇവിടെ സിമ്പിൾ എഗെയിൻ നമ്പർ അല്ല, ഇവിടെ സിമ്പിൾ ഇതിന്റെ തൊട്ട് പിറകിലും മുമ്പിലും ഇല്ല. വേറെ ആരെയും നമ്മൾ കാണുന്നില്ലല്ലോ ഇവിടെ എങ്ങും, നമ്മൾ ഈ നോക്കിയതിനകത്തിലെങ്ങും. യെസ്, ദേ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ദേണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ദേണ്ട് ഇത് തെറ്റാതെ നമുക്ക് നോക്കാൻ പറ്റണം. ഇവിടെ ഒരു സിമ്പിൾ ആണ്, അതിന്റെ തൊട്ട് പിറകിലും ദേണ്ട് ഇവിടെ മുമ്പിലും നമ്പർ ഇല്ല, അല്ല നമ്പർ ഉണ്ട്. ഓക്കെ, തൊട്ട് പിറകിലും മുമ്പിലും നമ്പർ ഉണ്ട്. ഇവിടുത്തെ കേസിൽ ഇവിടെ 5 തൊട്ട് പിറകിലും മുമ്പിലും നമ്പർ അല്ല. അത് ഞാൻ നോക്കി വന്നപ്പോഴത്തേക്കിന് സ്കിപ്പായി പോയതാണ്. ഇത് എക്സാമിന് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഇവിടെ 2 നമ്പർ അല്ല, ദെൻ ഇവിടെ സിമ്പിൾ ഇവിടെ 2 നമ്പർ അല്ല, എഗെയിൻ ഇവിടെ സിമ്പിൾ ഇവിടെ നമ്പർ അല്ല. വേറെ ആരെയും നമ്മൾ ഇവിടെ കാണുന്നില്ലല്ലോ, ഒരേ ഒരു എണ്ണേ ഉള്ളൂ. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, മീൻസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 99 എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത് മെമ്മറി ബേസ്ഡ് ആണ്, ഞാൻ അതിലേപോലെ തന്നെ നമ്പർ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അന്ന് ലാസ്റ്റ് സെക്ഷൻ എന്തായിരിക്കും, റീസണിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്കിൽ പറഞ്ഞാൽ ഇത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബാക്കി പസിൽസിൻ്റെയും എല്ലാം കഴിഞ്ഞിട്ട് വന്ന ലാസ്റ്റ് 34ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ വാട്ട് ഈസ് ദി സം ഓഫ് ദി നമ്പേഴ്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി സം ഓഫ് ദി നമ്പേഴ്സ് വിച്ച് ആർ ബിറ്റ്വീൻ. അപ്പോൾ ഏതോ 2 എലമെന്റ്സിനിടയിലുള്ള നമ്പേഴ്സിന്റെ സമ്മാണ് ബിറ്റ്വീൻ 15th എലമെന്റ് ഫ്രം ലെഫ്റ്റ് ആൻഡ് 12th എലമെന്റ് ഫ്രം റൈറ്റ് എൻഡ് ഇൻ ദി ഗിവൺ സീരീസ്. ഒന്നുമില്ല, അതായത് ലെഫ്റ്റ് എൻഡിൽ നിന്നുള്ള 15ാമത്തെ എലമെന്റിനും റൈറ്റ് എൻഡിൽ നിന്നുള്ള 12ാമത്തെ എലമെന്റിനും ഇടയിൽ 15 അല്ല 5th ആണ്, 5th എലമെന്റാ പറഞ്ഞേക്കുന്നത്. 15 അല്ല 5th ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 2 3 4 5 അല്ലെ, ഇവിടെ 3 2 5 ഇതുണ്ട്. ഇതാണ് 5th എലമെന്റ് ഫ്രം ലെഫ്റ്റ് എൻഡ്. ഇത് 5th എലമെന്റ് ഫ്രം ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇതാണ്. ആൻഡ് 12th എലമെന്റ് ഫ്രം റൈറ്റ്. അപ്പൊ ഇവിടെ 3, ഇത് 6, ഇത് 9, ഇത് 12, ഇത് 15. ഓക്കെ, അല്ല 12ാമത്തെ അല്ല, 15 അല്ല, 12ാമത്തെ എലമെന്റ് ആണ്. സോ 3 6 9 12. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇവർക്കിടയിലുള്ള നമ്പേഴ്സിന്റെ സമ്മാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഇവർക്കിടയിലുള്ള നമ്പേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ. ഇൻ ബിറ്റ്വീൻ ഇവർക്കിടയിൽ ഞാൻ വേറൊരു ജസ്റ്റ് ഒരു കളറിൽ കാണിക്കാം. അതായത് ഇവിടെ 8 ഉണ്ട്, ദെൻ 9 ഉണ്ട്, 8 9 17, 17 6 23, 23 7 30, 30 5 35. ഓക്കെ, 35. ഇത്രയും നമ്പേഴ്സ് മാത്രമാണ് ഇൻ ബിറ്റ്വീൻ ഉള്ളത്. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 5, 1 2 3 4 5ാമത്തെ എലമെന്റിനും റൈറ്റ് എൻഡിൽ നിന്ന് 12, ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 9 ആണ്, 10 11 12. ഇൻ ബിറ്റ്വീൻ ഇവർക്കിടയിലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 8 9 6 7 5. ടോട്ടൽ 35 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇവിടുത്തെ ആക്യുറസി ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഇൻ ബിറ്റ്വീൻ ഇവർക്കിടയിൽ, അതായത് ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 5 റൈറ്റ് എൻഡിൽ നിന്ന് 12 ഇതൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത് ആ സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദി സിമ്പിൾസ് ആർ ഡ്രോപ്ഡ് ഫ്രം ദി സീരീസ്. ഈ ഒരു സീരീസിൽ നിന്ന് നമ്മളുടെ എല്ലാ സിമ്പിൾസിനെയും ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക മീൻസ് അവരെ കണക്ക് കൂട്ടണ്ട, അവരെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ എല്ലാ സിമ്പിൾസിനെയും ഡ്രോപ്പ് ചെയ്തിട്ട് വിച്ച് among the following element is third to the left of second even number from right end. അപ്പം നോക്കിക്കേ, സെക്കൻഡ് ഈവൻ നമ്പർ ഫ്രം റൈറ്റ് എൻഡ്. ഇതിൽ നിന്ന്, ഈ സീരീസിൽ നിന്ന് എല്ലാ സിമ്പിൾസിനെയും എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ് ഈസ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് സെക്കൻഡ് ഈവൻ നമ്പർ ഫ്രം റൈറ്റ്. ഇങ്ങനെ തേർഡ് ടു ലെഫ്റ്റ്, സെവൻത്ത് ടു റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് എൻഡിൽ നിന്ന്, അതായത് ലാസ്റ്റ് സെന്റൻസിൽ നിന്ന് മുന്നോട്ടേക്ക് വായിക്കുക എന്ന് ഞാൻ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ,
ലാസ്റ്റ് സെന്റൻസ് സെക്കൻഡ് ഈവൻ നമ്പർ ഫ്രം റൈറ്റ്. സെക്കൻഡ് ഈവൻ നമ്പർ ഫ്രം റൈറ്റ് എന്ന് പറയുമ്പോൾ 3 ഓഡാണ്, കണക്കാക്കണ്ട. 4 ഈവൻ ആണ്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഈവൻ നമ്പർ അല്ല, സെക്കൻഡ് ഈവൻ നമ്പർ ആണ്. സോ സെക്കൻഡ് ഈവൻ നമ്പർ ഇവിടെ നോക്കിക്കേ. സോ 6 ആണ് ഇവിടുത്തെ സെക്കൻഡ് ഈവൻ നമ്പർ. ഇവിടുന്ന് തേർഡ് ടു ലെഫ്റ്റിലുള്ള എലമെന്റ് ആ വേണ്ടത്. പക്ഷെ ആരെ കണക്ക് കൂട്ടാൻ പാടില്ല? സിംബലിനെ കണക്ക് കൂട്ടാൻ പാടില്ല. അപ്പൊ സിംബലിനെ കണക്ക് കൂട്ടരുതെന്ന് പറഞ്ഞാൽ സിംബലിനെ എലിമിനേറ്റ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് എലമെന്റ് ഈസ് തേർഡ് ടു ലെഫ്റ്റ്. ഇവിടെ നിന്നുള്ള തേർഡ് ടു ലെഫ്റ്റിലുള്ള എലമെന്റ് ആണ്. പക്ഷെ ആദ്യം പറഞ്ഞ ഈ ഒരു കാര്യം മറന്നു പോകരുത്. നമ്മളോട് സിംബൽസിനെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു, സിംബൽസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ ബീറ്റ എന്ന് പറയുന്നതിനെ എടുക്കാൻ പാടില്ല, അത് സിംബൽ ആണ്. സോ അതിനെ എലിമിനേറ്റ് ചെയ്യുക. ദെൻ അടുത്തത് നോക്കിക്കേ, ഇവിടെ വേണ്ട, ഇത് ഫസ്റ്റ് എലമെന്റ്, ഇത് സെക്കൻഡ് എലമെന്റ്, ഇത് തേർഡ് എലമെന്റ്. സോ ഇവിടെ ആൻസർ വരിക ജെ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കേ, ഒരു പക്ഷെ നമ്മൾ സിംബലിനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആൻസർ വരിക 9 ആണ്. ആ 9 ഓപ്ഷനിലുണ്ട്. അപ്പൊ നമുക്ക് തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ആൽഫാന്യൂമറിക് സീരീസ് ഭയങ്കര ഈസി ടോപ്പിക്കാണ്. പക്ഷെ ഇതേപോലെ നമുക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സോ നന്നായിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ഇതേപോലെ പ്രിപ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എക്സാമിൻ്റെ ലെവൽ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ പസിൽസ് ആണെങ്കിൽ 1 വേരിയബിൾ ക്വസ്റ്റ്യൻസും മിക്സ് ചെയ്തിട്ടെല്ലാ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസും ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക. ഇത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, 2026 വരുന്ന ഒരുപാട് എക്സാംസിന് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നമ്മളുടെ കൂടെ ചേർന്ന് സൈലം ബാങ്കിങ്ങിനോടൊപ്പം ബേസ് മുതൽ തന്നെ പഠിച്ച് അഡ്വാൻസ് ലെവൽ വരെ എത്തി 2026 വരുന്ന എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസിനും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ബാങ്ക് റെഗുലർ ബാച്ച് 2026 കംപ്ലീറ്റ് എക്സാംസിനും വേണ്ട പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാത്തിനുമുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സോ നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ലൈവ് ക്ലാസ്സസ് ആണ് എല്ലാം. പക്ഷെ അതിൻ്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ കൂട്ടത്തിൽ ഇനിയും നിങ്ങൾ ലാഗ് ആക്കരുത്. കാരണം ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ മുന്നോട്ട് വരുന്ന എക്സാംസ്, അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ എൻ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ജനുവരി 1 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ വളരെ 1-2 ക്ലാസ്സുകളേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ വേഗത്തിൽ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ റീസണിംഗ് വിത്ത് അഞ്ജു എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ടെലഗ്രാം ചാനലാണ്. ബാങ്ക് എക്സാംസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. സോ ഇതിൽ ജോയിൻ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.